ഇന്ത്യ മുന്നണിയുടെ കാര്യം ഏറെക്കുറെ തീരുമാനമാകുന്ന മട്ടാണ്. കോൺഗ്രസ് തീർത്തും ഒറ്റപ്പെടുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. BJPയെ തോൽപ്പിക്കണമെന്ന് തോന്നുമ്പോൾ കോൺഗ്രസുമായി കൈകോർക്കുകയും അല്ലാതപ്പോൾ കോൺഗ്രസിനെ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന പാർട്ടികളായി ഇന്ത്യ മുന്നണിയിലെ പല സഖ്യകക്ഷികളും മാറിയിരിക്കുന്നു. മാത്രമല്ല, കോൺഗ്രസ് സഖ്യകക്ഷികളോട് ചിലപ്പോഴൊക്കെ കാണിക്കുന്ന സമീപനവും അവർക്ക് തിരിച്ചടിയാകുന്നുണ്ട്. ഇപ്പോഴിതാ ലോകസഭയിലും രാജ്യസഭയിലും വരെ ഐക്യമില്ലാതെ ഇന്ത്യ മുന്നണി മാറിയിരിക്കുന്നു. സമ്പൽ അദാനി വിഷയങ്ങൾ ഉയർത്തി കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിന് പിന്തുണയുമായി മുന്നണിയിലെ പ്രധാന കക്ഷികളൊന്നും രംഗത്ത് വന്നില്ല എന്നതാണ് മുന്നണി ബന്ധം താറുമാറാകുന്നതിൻ്റെ ലക്ഷണം കാണിക്കുന്നത്. നിരന്തരം അദാനി വിഷയം കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസിന് സഖ്യകക്ഷികൾ മുന്നറിയിപ്പ് നൽകിയതാണ്. മാത്രമല്ല, കോൺഗ്രസിന്റെ അദാനി വിഷയത്തോട് എല്ലാവരും പുറംതിരിഞ്ഞു നിന്നതോടെ സമ്പൽ പ്രതിഷേധവും പാളി. ഇന്ന് സമ്പൽ അദാനി വിഷയത്തിലായിരുന്നു ലോകസഭയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. നടുത്തളത്തിലിറങ്ങി കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികൾ കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ ഭാഗമാകാതെ മാറി നിന്നു. പാർലമെന്റിന് പുറത്ത് പിന്നീട് പ്രതിഷേധങ്ങൾ അരങ്ങേറിയപ്പോഴും തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടികളെ പോലെയുള്ള പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ വിട്ടുനിന്നു. മോദിയും അദാനിയും ഒന്നാണ് എന്ന് രേഖപ്പെടുത്തിയ ജാക്കറ്റ് അണിഞ്ഞുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. ഇരുസഭകളും തുടർന്ന് നിർത്തിവെക്കുകയുണ്ടായി. തുടർച്ചയായ പാർലമെന്റ് സ്തംഭനത്തിൽ കോൺഗ്രസിനെതിരെ ഇന്ത്യ സഖ്യകക്ഷികൾ നേരത്തെ അതിശക്തമായി തന്നെ രംഗത്ത് വന്നിരുന്നു. ഇടതു പാർട്ടികളും തൃണമൂൽ കോൺഗ്രസും NCP ശരത് പവാർ വിഭാഗവും ഒക്കെ കോൺഗ്രസിന്റെ ഈ അദാനി വിദ്വേഷത്തിനെതിരെ രംഗത്തെത്തിയത് നമ്മൾ കണ്ടു. തുടർച്ചയായ പാർലമെന്റ് സ്തംഭനങ്ങൾ കേന്ദ്ര സർക്കാരിനെ സങ്കീർണമായ പല വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ സഹായിക്കുമെന്നാണ് ഇടതു പാർട്ടികൾ എടുത്ത നിലപാട്. അതുകൊണ്ട് ഈ രീതി മാറ്റണമെന്നും മറ്റു വഴികൾ തേടണമെന്നും കോൺഗ്രസിനോട് ഇടതു പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. ഏതെങ്കിലും വിഷയത്തിൽ സഭ തടസ്സപ്പെടുത്തുന്നതിന് പകരം ജനങ്ങളെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുകയാണ് വേണ്ടതെന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാട്. ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാന വിഷയങ്ങൾ ഉന്നയിക്കാനായി ഇന്ത്യ മുന്നണിക്ക് സാധിക്കുന്നില്ല എന്ന പരാതി NCPയും ഉന്നയിച്ചിരുന്നു. അങ്ങനെ കോൺഗ്രസിന്റെ പിടിവാശിയും ഘടകകക്ഷികളോട് ആലോചിക്കാതെയുള്ള സമര പരിപാടികളും ഒക്കെ ഇങ്ങനെ തുടർന്നാൽ ഇന്ത്യ മുന്നണി ഈ പാർലമെന്റ് സമ്മേളനം കഴിയുമ്പോഴേക്ക് തന്നെ ഇല്ലാതാകും എന്നുറപ്പാണ്.